ഇന്ന് ഈ ബളബളാന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ലിപിക്ക് കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷങ്ങൾക്ക് മുമ്പേ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമങ്ങളും സങ്കടങ്ങളും നിറഞ്ഞൊരു ദിവസങ്ങളുണ്ടായിരുന്നു, കുറേ ദിവസങ്ങൾ. അപ്പോൾ എന്നെ തളരാതെ കുറ്റപ്പെടുത്താതെ എന്നെ ചേർത്ത് നിർത്തിയ ആൾക്കാരാണ് ജെൻസി ചേച്ചി, ഷെൽട്ട ചേച്ചി, ആനി. ഇവർ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നില്ലായിരുന്നു, ഇന്ന് ഈ കാണുന്ന ഈ ബളബളാന്ന് ബഹളം വെച്ചുകൊണ്ട് നടക്കാൻ ഞാൻ ഉണ്ടാകത്തില്ലായിരുന്നു. അത്ര കൂടെ നിന്നവരെല്ലാം കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, കൂടെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വിശ്വസിച്ചവർ വരെ നമ്മളെ തള്ളിക്കളഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത നിമിഷങ്ങളിൽ പോലും നമ്മളെ ഒട്ടും സങ്കടപ്പെടുത്താതെ ചേർത്ത് നിർത്തിയവരാണ്. ജീവിതത്തിൽ സൗഹൃദത്തിന് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്നും ഗൾഫിൽ ചില ആൾക്കാർ പറയും നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കരുതെന്ന്. എനിക്ക് എന്നും കോള് വരും. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇന്നലെ എന്താ വിളിക്കാമെന്ന് ചോദിക്കാൻ ആളുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കാനാണ്. നമ്മുടെ ഒരു ഫാമിലി ചിലപ്പോൾ നമ്മുടെ കോൾ കട്ട് ചെയ്ത് വിടും, പക്ഷെ ഒരിക്കലും അവർ എത്ര തിരക്കിലും നമ്മുടെ കോൾ എടുത്തിട്ട് ഞാൻ ഇപ്പം നിന്നെ വിളിക്കാം, ഞാൻ ഇപ്പം ഇന്ന സ്ഥലത്താണെന്ന് പറയും. അത്ര സ്നേഹം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല, എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും അല്ലെങ്കിൽ ലിപിക്ക് നമ്മളെയൊന്നും വേണ്ട, ലിപിക്ക് ഫ്രണ്ട്സാണ്. അതെ, എനിക്ക് ഫ്രണ്ട്സാണ്. കാരണം എങ്ങനെ നമ്മൾ നിൽക്കുന്നു അങ്ങനെ അവർ നിൽക്കും എന്ന് പറയുന്നത്. എന്നോട് അവർ അതേപോലെയാണ്, എപ്പോഴും എനിക്കൊരു വാല്യൂ തരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു അവർക്ക് അതേ വാല്യൂ കൊടുക്കുന്നു. നമ്മുടെ സങ്കട സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്താതെ, ഒറ്റപ്പെടുത്താതെ, സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് സൗഹൃദം. അതെല്ലാവരും നന്നായിട്ട് നമ്മളത് കീപ്പ് ചെയ്യണം. സൗഹൃദങ്ങൾ ഒരിക്കലും കൈവിട്ട് പോകാതെ നല്ല സൗഹൃദങ്ങൾ. ഈ പ്രാവശ്യം പോലും ഞാൻ നാട്ടിൽ വന്ന് BP ലോയായിരുന്നു, ഹോസ്പിറ്റലൈസായി. അപ്പോൾ എൻ്റെ കൂടെ ഫുൾ നൈറ്റ് എൻ്റെ ഹസ്ബൻഡ് ഒരു 12 മണിയായി വന്നപ്പം കണ്ണൂരിൽ നിന്ന്, അതുവരെ എൻ്റെ കൂടെ നിന്ന് ഹോസ്പിറ്റലും അതിനുശേഷം വീട്ടിൽ രാത്രി 12 മണി വരെ. അത് എന്നെ ഒബ്സർവേഷൻ വെച്ചപ്പം കാഷ്വാലിറ്റി പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് ഡോക്ടർ കാണാതെ എനിക്ക് വാരി തന്ന്. ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. ലൈഫ് നമുക്ക് എത്ര കൂട്ടുകാർ ഉണ്ടെന്നതിലല്ല കാര്യം, നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മളെ കൈവിടാത്ത എത്ര പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നതിലാണ്. അങ്ങനെ ഞാൻ ഭയങ്കര ലക്കിയാണ് എൻ്റെ ലൈഫിലും. എനിക്ക് എന്ത് പ്രശ്നങ്ങളും പറയാം, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് 2-3 സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ എല്ലാവരുടെ ലൈഫിലും ഒരു സുഹൃത്തെങ്കിലും വേണം. എല്ലാം